ഹായ്, ഹലോ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണക്കമീൻ കൊണ്ടൊരു കറിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങളാൽ നമുക്ക് മീനൊന്നും കിട്ടാതെ വരുമല്ലോ. ഇപ്പം തന്നെ കണ്ടില്ലേ, മീനൊക്കെ വാങ്ങിയിട്ട് കുറേ ദിവസമായി. അതുപോലെ അപ്പം ഇച്ചിരി ഉണക്കമീൻ ഇരുന്നത് കൊണ്ട് അതെടുത്ത് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ കറി കൂട്ടാൻ അങ്ങ് കൊതിയായിട്ട് പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്തു. മീൻ കറിയേക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു ഉണക്കമീൻ കറിയാണ്. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം ഒന്ന് കടുക് വറുത്ത് അതിൽ തക്കാളി, 2 തക്കാളി, പകുതി സവാള, കുറച്ച് കുഞ്ഞുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മുരിങ്ങക്കായ്. ഇതെല്ലാം കുറച്ച് കൂടിയിരുന്നാലും നല്ലതാണ്. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇത് വഴന്ന് വരുമ്പോൾ ഞാൻ ഇച്ചിരി കസൂരി മേത്തി ഇതിലിട്ടിട്ടുണ്ട്. ഉള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ ഇടണ്ട, അത്രയേ ഉള്ളൂ. നല്ല മണമാണ് കേട്ടോ. 2-3 ചുള കുടംപുളി ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ സാധാരണ മീൻകറിക്ക് അരയ്ക്കുന്ന പോലെ ഇച്ചിരി ആവശ്യത്തിനുള്ള തേങ്ങ അതിൽ അരച്ചൊഴിക്കാം. ഈ ഒരു കറി മതി കേട്ടോ, മീനില്ലാത്തതിൻ്റെ സങ്കടം മാറാനായിട്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഉണക്കമീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് മുള്ളുള്ളതാണ് കേട്ടോ. മുള്ളില്ലാതെ നല്ല കട്ടിയുള്ള കഷ്ണങ്ങളാണെങ്കിൽ ആ മുള്ളിൻ്റെ ആ ഒരു ശല്യം അങ്ങ് ഒഴിവായി കിട്ടും. ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാനിത് വെച്ച് അങ്ങ് ചെയ്തതാണ്. ഈ കറി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടാണ്. പണ്ട് ഒരു 10-12 വർഷം മുമ്പ് ഞാൻ തമിഴ്നാട്ടിൽ കുറച്ച് നാൾ താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ നൈബർ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അവരുണ്ടാക്കി തന്നാണ് ഞാനിത് കഴിച്ചതും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതും. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പയറെടുത്ത് പുഴുങ്ങി വെച്ചു. അത് തോരനാക്കി കഴിഞ്ഞാൽ തേങ്ങ ഇടുന്നത് കൊണ്ട് അവൾക്കത് ഇഷ്ടമല്ല. അത് കാരണം അങ്ങനെ തന്നെ ഉപ്പും ഒഴിച്ച് പുഴുങ്ങി അങ്ങനെ കൊടുത്താൽ മതി, വലിയ ഇഷ്ടമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ നമ്മുടെ ഉണക്കമീൻ കറിയും പിന്നെ പയറും പിന്നെ കട്ടത്തൈരും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.